സജ്ജനങ്ങൾക്ക് പ്രണാമം. ഇന്ന് അധ്യാത്മരാമായണത്തിലെ ആരണ്യകാണ്ഡത്തിൽ ജടായു സംഗമം, ലക്ഷ്മണ ഉപദേശം തുടങ്ങിയ ഭാഗങ്ങളാണ് പാരായണം ചെയ്ത് അനുസ്മരിക്കുന്നത്. വൈദേഹീ സഹിതം സുരദ്രുമതലേ ഹൈമേ മഹാമണ്ഡപേ മധ്യേ പുഷ്പകമാനസേ മണിമയേ വീരാസനെ സംസ്ഥിതം അഗ്രേ വാചയതി പ്രപഞ്ചനസുതേ തത്വം മുനിഭ്യഃ പരം വ്യാഖ്യാന്തം ഭരതാദിഭിഃ പരിവൃതം രാമം ഭജേ ശ്യാമളം. ശ്രീരാഘവം ദശരഥാത്മജമപ്രമേയം സീതാപതിം രഘുകുലന്വയരത്നദീപം അജാനുബാഹുമരവിന്ദദളായദാക്ഷം രാമം നിശാചരവിനാശകരം നമാമി. ആപദാമുപകർത്താരം ദാതാരം സർവസമ്പദം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമമ്യഹം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ആഞ്ജനേയമതിപാടലാനനം കാഞ്ചനദ്രി കമനീയ വിഗ്രഹം പാരിജാതതരുമൂലവാസിനം ഭാവയാമി പവമാനനന്ദനം. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസന്തകം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാ ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ജടായു സംഗമം. അദ്രശൃംഗാപം തത്ര പദ്ധതി മധ്യേ കണ്ടു പത്രസത്തമനാകും വൃദ്ധനം ജടായുഷം. എത്രയും വളർന്നോരു വിസ്മയം പൂണ്ടുരാമൻ ബദ്ധരോഷേണ സുമിത്രാത്മജനോട് ചൊന്നൻ. രാക്ഷസാം പ്രവരനീ കിടക്കുന്നത് മുനിഭക്ഷകൻ ഇവനെ നീ കണ്ടതില്ലയോ സഖേ. വില്ലിങ്ങു തന്നീടു നീ ഭീതിയുമുണ്ടാകൊല കൊല്ലുവനിവനെ ഞാൻ വൈകാതെ ഇനിയിപ്പോൾ. ലക്ഷ്മണൻ തന്നോടിത്തം രാമൻ ചൊന്നത് കേട്ട് പക്ഷിശ്രേഷ്ഠനും ഭയപീഡിതനായി ചൊന്നൻ. വന്ദനല്ലഹം തവതാതനു ചെറുപ്പത്തിലെത്രയും ഇഷ്ടനായ വയസ്സനറിഞ്ഞാലും നിന്തിരുവടിക്കും ഞാൻ ഇഷ്ടത്തെ ചെയ്തിടുവൻ. ഹന്തവ്യനല്ലാപവൽ ഭക്തനാം ജടായു ഞാൻ എന്നിവ കേട്ടു ബഹുസ്നേഹം ഉൾക്കൊണ്ടു നാഥൻ നന്നായി ആശ്ലേഷം ചെയ്തു നൽകിയാൻ അനുഗ്രഹം. എങ്കിൽ ഞാൻ ഇരിപ്പതിനടുത്തു വസിക്ക നീ സങ്കടമിനി ഒന്നുകൊണ്ടുമേ നിനക്കില്ല. ശങ്കിച്ചേനല്ലോ നിന്നെ ഞാനൊരു കഷ്ടം കഷ്ടം കിങ്കര പ്രവരനാവാഴുകമേലിൽ ഭവൻ എന്നരുൾ ചെയ്തു ചെന്ന് പൊക്കിതു പഞ്ചവടി തന്നിൽ അമ്മാറു സീതാലക്ഷ്മണ സമേതനായി. പർണശാലയും തീർത്തു ലക്ഷ്മണൻ മനോജ്ഞമായി പർണപുഷ്പങ്ങൾ കൊണ്ടു തൽപ്പവുമുണ്ടാക്കിനൻ. ഉത്തമ ഗംഗാ നദിക്കുത്തരതീരെ പുരുഷോത്തമൻ വസിച്ചതു ജാനകീ ദേവിയോടും. കദളീപന സാമ്രാജകില ഫലവൃക്ഷാവൃതഗാനനെ ജനസമ്പാദ വിവർജിതേ
നിരൂജസ്ഥലെ വിനോദിപ്പിച്ചു ദേവി തന്നെ ശ്രീരാമൻ അയോധ്യയിൽ വാണതുപോലെ വാണൻ. പല മൂലാദികളും ലക്ഷ്മണൻ അനുദിനോ ഫലവും കൊണ്ടുവന്നു കൊടുക്കും പ്രീതിയോട്. രാത്രിയിൽ ഉറങ്ങാതെ ശാപബാണവും ധരിച്ചാസ്തയാ രക്ഷാർത്ഥമാ നിന്നിടും ഭക്തിയോട്. സീതയെ മധ്യയാക്കി മൂവരും പ്രാതകാല് ഗൗതമി തന്നിൽ കുളിച്ചർഘവും കഴിച്ചുടൻ പോരുമ്പോൾ സൗമിത്രി പാനീയവും കൊണ്ടുപോരും. വാരം വാരം പ്രീതി കൊണ്ടങ്ങിനെ വാഴും കാലം. ലക്ഷ്മണൻ ഒരു ദിനമേകാന്തേ രാമൻ ദേവൻ തൃക്കടൽ കൂപ്പി വിനയാന്വിതനായി ചൊന്നൻ. മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാന്, ഭക്തനാമടിയനോടജ്ഞാനം നീങ്ങും വണ്ണം. ജ്ഞാന വിജ്ഞാന ഭക്തി വൈരാഗ ചിഹ്നമെല്ലാം മാനസാനന്ദം വരുമാറു ചെയ്തിടണം. ആരും നിൻ തിരുവടിയൊഴിഞ്ഞിൽ ഇവയെല്ലാം നേരോട് ഉപദേശിച്ചിടുവൻ ഭൂമണ്ഡലേ. ശ്രീരാമനത് കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരോടാനന്ദമരുൾ ചെയ്തത് വഴി പോലെ. കേട്ടാലുമെങ്കിലതീ ഗുഹ്യമാ ഉപദേശം കേട്ടോളം തീർന്നുകൂടും വികൽപ്പഭ്രമെല്ലാം. മുമ്പിനാൽ മായാസ്വരൂപത്തെ ഞാൻ ചൊല്ലിയിടുവൻ, അമ്പോട് പിന്നെ ജ്ഞാനസാധനം ചൊല്ലാമല്ലോ. വിജ്ഞാന സഹിതമം ജ്ഞാനവും ചൊല്ലുവിൻ, പിന്നെ വിജ്ഞേയമാത്മസ്വരൂപത്തെയും ചൊല്ലാമിടൂ. ജ്ഞേയമായുള്ള പരമാത്മാനമറിയുമ്പോൾ മായാസംബന്ധ ഭയമൊക്കെ നീങ്ങിയിടുമല്ലോ. ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയേ മായയാകുന്നതത് നിർണയം. അതിനാലെ കായസംബന്ധമാകും സംസാരം ഭവിക്കുന്നു. ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാഭരണങ്ങളെന്നോ രണ്ട് രൂപം മായക്കെന്നറിക സൗമിത്രേ നീ. എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നതെന്നറിക അതിസ്ഥൂല സൂക്ഷ്മഭേദങ്ങളോടും. ലിംഗാദി ബ്രഹ്മാന്തമാം അവിദ്യാരൂപമതും സംഘാദി ദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും. ജ്ഞാനരൂപിണിയാകും വിദ്യയായതോ മറ്റേതാനന്ദപ്രാപ്തി ഹേതുഭൂത എന്നറിഞ്ഞാലും മായാകൽപ്പിതം പരമാത്മനി വിശ്വമിടോ. മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്നു തോന്നിക്കുന്നു. രഞ്ജുകണ്ഠത്തിങ്കലെ പന്നക ബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കലേതുമൊന്നില്ലയല്ലോ. മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും മാനസത്തിങ്കൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്നസന്നിഭം വിചാരിക്കലില്ലാതൊന്നല്ലോ. വിഭ്രമം കളഞ്ഞാലും വികല്പമുണ്ടാകേണ്ട. ജന്മസംസാര വൃക്ഷമൂലമായതു ദേഹം, തന്മൂലമോ പുത്രകളത്ര അതിസംബന്ധമെല്ലാം. ദേഹമായതു പഞ്ചഭൂത സഞ്ചയമയം, ദേഹസംബന്ധം മായാവൈഭവം വിചാരിതേ. ഇന്ദ്രിയ ദശകവും അഹങ്കാരവും ബുദ്ധി മനസ്സും ചിത്തം മൂലപ്രകൃതി എന്നിതെല്ലാം ഓർത്തു കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ ക്ഷേത്രമായത് ദേഹമെന്നുമുണ്ടല്ലോ നാമം. ഇവറ്റിങ്കിൽ നിന്നു വേറൊന്നു ജീവനതും നിർണയം പരമാത്മാ നിശ്ചലൻ നിരാമയൻ. ജീവാത്മാ സ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമിത്രേ നീ. ജീവാത്മാവെന്നും പരമാത്മാവുമെന്നും ഓർക്കിൽ കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ഭേദമേതമേയില്ല രണ്ടുമൊന്നത്രേ നൂനം. ഭേദമുണ്ടെന്ന് പറയുന്നത് അജ്ഞന്മാരല്ലോ. മാനവും ഡംബം ഹിംസ വക്രത്വം കാമം ക്രോധം മാനസേ വെടിഞ്ഞു സന്തുഷ്ടനായി സദാകാലം. അന്യാക്ഷേപാദികളും സഹിച്ചു സമബുദ്ധ്യ മന്യഭാവവും അകലെ കളഞ്ഞനുദിനം. ഭക്തി കൈകൊണ്ടു ഗുരുസേവയും ചെയ്ത് നിജ ചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തുകൊണ്ട് നിത്യവും സൽക്കർമ്മങ്ങൾക്കിളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ചാനന്ദ സ്വരൂപനായി മാനസവദന ദേഹങ്ങളെ
ജനന ജരാമരണങ്ങളെ ചിന്തിച്ചുള്ളിൽ അനഹങ്കാരത്തേന സമഭാവനയോടും സർവാത്മാവാകുമെങ്കിൽ ഉറച്ച മനസ്സോടും സർവദാ രാമരാമേ തമിത ജപത്തോടും പുത്രധാരാർത്ഥാദിഷു നിസ്നേഹത്വവും ചെയ്ത് ശക്തിയും ഒന്നിങ്കലും കൂടാതെ നിരന്തരം ഇഷ്ടാനിഷ്ടപ്രാപ്തിക്കോ തുല്യഭാവത്തോടു സന്തുഷ്ടനാ വിവിക്ത ശുദ്ധസ്ഥലേ വസിക്കണം. പ്രാകൃത ജനങ്ങളുമായി വസിക്കരുതൊട്ടു മേഘാന്തെ പരമാത്മജ്ഞാന തൽപരനായി വേദാന്ത വാക്യാർത്ഥങ്ങൾ അവലോകനം ചെയ്ത് വൈദിക കർമ്മങ്ങളും ആത്മന് സമർപ്പിച്ചാൽ ജ്ഞാനവും അകതാരിൽ ഉറച്ചു ചമഞ്ഞിടും. മാനസേ വികൽപ്പങ്ങൾ ഏതുമേയുണ്ടാകുല. ആത്മാവാകുന്നേതെന്നുണ്ടോ കേളുതമെങ്കിൽ ആത്മാവല്ലല്ലോ ദേഹപ്രാണബുദ്ധ്യാഹങ്കാരം. മാനസാദികളൊന്നോ വിവറ്റിങ്കൽ നിന്ന മേലെ മാനമില്ലാതെ പരമാത്മാവുതാന വേറെ. നിൽപ്പതു ചിതാത്മാവോ ശുദ്ധമവ്യക്തം ബുദ്ധം തൽപാദാത്മാ ജ്ഞാനിക തൽ പദാർത്ഥവുമായി ജ്ഞാനം കൊണ്ടെന്നെ വഴിപോലെ കണ്ടറിഞ്ഞിടാം. ജ്ഞാനമാകുന്നതെന്നെ കാട്ടുന്ന വസ്തു തന്നെ. ജ്ഞാനമുണ്ടാകുന്നത് വിജ്ഞാനം കൊണ്ടു തന്നെ. ജ്ഞാനിതെന്നറിവിന് സാധകമാകയാലേ സർവത്ര പരിപൂർണനാത്മാവു ചിദാനന്ദൻ സർവസത്തന്തർഗതൻ അപരിച്ഛേദ്യനല്ലോ. ഏകനദ്വയൻ പരനവ്യയൻ ജഗന്മയൻ യോഗേശൻ അജൻ അഖിലാധാരൻ നിരാധാരൻ നിത്യസത്യജ്ഞാനാദിലക്ഷണൻ ബ്രഹ്മാത്മകൻ ബുദ്ധിയൂപാധികളിൽ വേറിട്ടവൻ മായാമയൻ. ജ്ഞാനം കൊണ്ടുപഗമ്യൻ യോഗീനാമേകാത്മനാം ജ്ഞാനമാചാര്യശസ്ത്രോപദേശൈക്യജ്ഞാനം. ആത്മനോരേവം ജീവപരയോർ മൂലവിദ്യ ആത്മനീ കാര്യകാരണങ്ങളും കൂടിച്ചേർന്ന് ലയിച്ചിടുമ്പോൾ ഒരവസ്ഥയല്ലോ മുക്തി. ലയത്തോടാശു വേർവട്ടിയതാത്മാവൊന്നേ ജ്ഞാനവിജ്ഞാന വൈരാഗത്തോടു സഹിതമാം ആനന്ദമായിട്ടുള്ള കൈവല്യ സ്വരൂപം ഇത്. ഉള്ളവണ്ണമേ പറയാനും ഇതറിവാനും ഉള്ളം നല്ലുണർവുള്ളവരില്ലാരും ജഗത്തിങ്കൽ. മൽഭക്തി ഇല്ലാത്തവർക്കെത്രയും ദുർലഭം കേൾ. മൽഭക്തി കൊണ്ടു തന്നെ കൈവല്യം വരും താനും. നേത്രമുണ്ടെന്നാകിലും കാൺമതിനുണ്ട് പണി. രാത്രിയിൽ തന്റെ പദം ദീപമുണ്ടെന്നാകിലേ നേരുള്ള വഴി അറിഞ്ഞായിടവണ്ണമേ. ശ്രീരാമഭക്തി ഉണ്ടെന്നാകിലേ കാണായി വരൂ. ഭക്തന് നന്നായി പ്രകാശിക്കും ആത്മാവു നൂനം. ഭക്തിക്കു കാരണവും എന്തെന്ന് കേട്ടാലും നീ മൽഭക്തന്മാരോടുള്ള നിത്യസംഗമതും മൽഭക്തന്മാരെ കനിവോട് സേവിക്കുന്നതും ഏകാദശ്യാദി വ്രതാനുഷ്ഠാനങ്ങളും പുനരാകുലമെന്നിയെ സാധിച്ചു കൊള്ളുകയുമത. പൂജനം വന്ദനവും ഭാവനം ദാസ്യം നല്ല ഭോജനം അഗ്നിവിപ്രാണാം കൊടുക്കയുമത. മൽകഥാപാഠശ്രവണങ്ങൾ ചെയ്യുകയും മുതാ ഗുണനാമങ്ങളെ കീർത്തിച്ചുകൊള്ളുകയും. സന്തതമിത്തമെങ്കിൽ വർത്തിക്കും ജനങ്ങൾക്കൊരു അന്തരം വരാതൊരു ഭക്തിയുമുണ്ടായി വരും. ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതില്ല. അത്യുത്തമന്മാരായുള്ളവരവരല്ലോ. ഭക്തിയുക്തനോ വിജ്ഞാനജ്ഞാന വൈരാഗ്യങ്ങൾ സദ്യ സംഭവിച്ചിടുമെന്നാൽ മുക്തിയും വരും. മുക്തിമാർഗം താവക പ്രശ്നാനുസാരവശാലുക്തമായതു നിനക്കെന്നാലേ ധനിക്ക് നീ. വ്യക്തവ്യമല്ല നൂനമെത്രയും ഗുഹ്യം മമ. ഭക്തന്മാർക്കൊഴിഞ്ഞുപദേശിച്ചിടരുതല്ലോ. ഭക്തനെന്നാകിലവൻ ചോദിച്ചില്ലെന്നാകിലും വ്യക്തവ്യമവനോട് വിശ്വാസം വരികയാൽ. ഭക്തിവിശ്വാസ ശ്രദ്ധായുക്തനം മർത്യനിത് നിത്യമായി പാഠം ചെയ്യൽ അജ്ഞാനമകന്നു പോവും. ഭക്തി സംയുക്തന്മാരാം യോഗീന്ദ്രന്മാർക്കു നൂനം ഹസ്തസംസ്ഥിതയല്ലോ മുക്തിയെന്നറിഞ്ഞാലും. ഇത്തരം സൗമിത്രിയോടരുളി ചെയ്തു പുനരിത്രി നേരം ഇരുന്നിടിനോരനന്തരം. ഗൗതമീതീരെ മഹാകാനനെ പഞ്ചവടി ബോധലേ മനോഹരെ സഞ്ചരിച്ചിടുന്നോരോ യാമിനീശരജനസ്ഥാനവാസിനിയായ കാമരൂപിണി കണ്ടാൾ കാമിനി വിമോഹിനി. പങ്കജദ്വത
കുലിശാങ്കശാങ്കിതങ്ങളായി ഭംഗി തേടിയിടും പദവാദങ്ങളതു നേരം. പാദസൗന്ദര്യം കണ്ടു മോഹിതയാകയാല് കൗതുകം ഉൾക്കൊണ്ടു രാമാശ്രമകം പൊക്കാൾ. ഭാനുമണ്ഡല സഹസ്രോജ്വലം രാമനാഥം ഭാനുഗോത്രജം ഭവഭയനാശനം പരം മാനവവീരം മനോമോഹനം മായാമയം മാനസാപവസമം മാധവം മധുകരം. ജാനകിയോടും കൂടെ വാണിയിടുന്നത് കണ്ട് മീനകേതനപാണ പീഡിതയായാൾ ഏറ്റം സുന്ദര വേഷത്തോടു മന്ദഹാസവും പൊഴിച്ചിന്തീവരനോട് മന്ദമായുര ചെയ്താൾ. ആരടോ ഭവാൻ ചൊല്ലിയിടാരുടെ പുത്രനെന്നും നേരോടെന്തിരിവിടേക്ക് വരുവാൻ മൂലമെന്നും. എന്തോരു മൂലം ജഡാവൽക്കലാദികളെല്ലാം എന്തിനു ധരിച്ചതോ താപസവേഷമെന്നും. എന്നുടെ പരമാർത്ഥം മുന്നേ ഞാൻ പറഞ്ഞിടാം, നിന്നോടു നീ എന്നോട് പിന്നെ ചോദിക്കുമല്ലോ. രാക്ഷസേശ്വരനായ രാവണഭഗിനി ഞാനാഖ്യയ ശൂർപ്പണഘാകാമരൂപിണിയല്ലോ. ഖരദൂഷണ ത്രിശരാക്കളാം ഭ്രാതാക്കന്മാർക്കരികെ ജനസ്ഥാനെ ഞാനിരിപ്പതു സദാ. നിന്നെ ഞാൻ ആരെന്നതോ മറിഞ്ഞീലതും പുനരെന്നോട് പരമാർത്ഥം ചൊല്ലണം ദയാനിധേ. സുന്ദരി കേട്ടുകൊള്ളുക, ഞാൻ അയോധ്യാധിപതി നന്ദനൻ ദാശരഥി രാമനും നല്ല നാമം. എന്നുടെ ഭാര്യയവൾ ജനകത്നജാ സീത, ധന്യേ മദ്ഭ്രാതാവായ ലക്ഷ്മണനിവനടോ. എന്നാൽ എന്തോ ഒരു കാര്യം നിനക്കു മനോഹരേ, നിന്നുടെ മനോഹരം ചൊല്ലുക മടിയാതെ. എന്നതു കേട്ട നേരം ചൊല്ലിനാൾ നിശാചരി, എന്നോട് കൂടെ പോന്നോ രമിച്ചുകൊള്ളണം നീ. നിന്നെയും പിരിഞ്ഞു പോവാൻ മമ ശക്തി പോരാ, എന്നെ നീ പരിഗ്രഹിച്ചിടണം മടിയാതെ. ജാനകി തന്നെ കടാക്ഷിച്ച് പുഞ്ചിരി പൂണ്ട് മാനവവീരെ നമ്മളോടൽ ചെയ്തിടിനൻ. ഞാനിഹ തപോധന വേഷവും ധരിച്ചോരോ കാനനം തോറും നടന്നിടുന്ന സദാകാലം. ജാനകിയാകുന്നവൾ എന്നുടെ ഭക്തിയല്ലോ, മാനസേ പാർത്താൽ വെടിഞ്ഞിടരുതൊന്നുകൊണ്ടും. സാപത്മോദ്ഭവ ദുഃഖം എത്രയും കഷ്ടം കഷ്ടം, താപത്തെ സഹിപ്പതിനാളല്ല നീയമിടൂ. ലക്ഷ്മണൻ മമ ഭ്രാതാ സുന്ദരൻ മനോഹരൻ, ലക്ഷ്മി ദേവിക്കു തന്നെ യുക്കും നീ എല്ലാം കൊണ്ടും. നിങ്ങളിൽ ചേരുമേരെ നിർണയം മനോഹരേ, സംഘവും നിന്നിലേറ്റവും വർദ്ധിക്കും അവനിടൂ. മംഗലശീലേന അനുരൂപനത്രയും നിനക്കങ്ങു നീ ചെന്ന് പറഞ്ഞിടുക വൈകിടാതെ. എന്നത് കേട്ട നേരം സൗമിത്രി സമീപേ പോയി ചെന്നവൾ അപേക്ഷിച്ചാൾ ഭർത്താവാകുന്നു തന്നെ. ചൊന്നാളവളോട് ചിരിച്ചവന് മുര ചെയ്താൻ, എന്നുടെ പരമാർത്ഥം നിന്നോട് പറഞ്ഞിടാം. മന്നവനായ രാമൻ തന്നുടെ ദാസൻ ഞാനോ, ധന്യ നീ ദാസിയാവൻ തക്കവളല്ലയല്ലോ. ചെന്നു നീ ചൊല്ലിയിടകലേശ്വരനായ രാമൻ തന്നോടൂതവാ കുലചീരാചാരങ്ങളെല്ലാം. എന്നാൽ അന്നേരം തന്നെ കൈകൊള്ളുമല്ലോ രാമൻ നിന്നെ എന്നത് കേട്ടു രാവണ സഹോദരി. പിന്നെയും രഘുകുലനായകനോട് ചൊന്നാൾ, എന്നെ നീ പരിഗ്രഹിച്ചിടുക നല്ലു, നിനക്കൊന്നുകൊണ്ടുമേ ഒരു സങ്കടമുണ്ടായി വരാം. മന്നവ, ഇരുവന ഗ്രാമദേശങ്ങൾ തോറും എന്നോട് കൂടെ നടന്നോരോരോ ഭോഗമെല്ലാം അന്യോന്യം ചേർന്ന് ഭുജിക്കായി വരും അനാരഥം. ഇത്തരം അവൾ ഉര ചെയ്തത് കേട്ട നേരം ഉത്തരമൾ ചെയ്തു രാഘവൻ തിരുവടി. ഒരുത്തനായാൽ അവൻ അരികെ ശുശ്രൂഷിപ്പാൻ ഒരുത്തി വേണം, അവളുണ്ടെനിക്കിപ്പോൾ. ഒരുത്തി വേണം, അവൻ അതിനാരെന്നോ തിരഞ്ഞിരിക്കും നേരം. അപ്പോൾ നിന്നെയും കണ്ടുകെട്ടി വരുത്തും ദൈവമൊന്ന് കൊതിച്ചാൽ ഇനി നിന്നെ വരിച്ചു കൊള്ളുവും അവനില്ല സംശയമേതും. തിരിക്കെന്തിനിക്കാലം കളഞ്ഞിടാതെ ചെല്ലുക, കരത്തെ ഗ്രഹിച്ചിടും കടുക്കുന്നവനിടോ. രാഘവവാക്യം കേട്ടു രാവണ സഹോദരി വ്യാകുല ചേതസ്സോടും ലക്ഷ്മണൻ തികവേകാൽ ചെന്നു നിന്നപേക്ഷിച്ച നേരത്തു കുമാരനും എന്നോടിത്തരം പറഞ്ഞിടലാവിറുത നീ. നിന്നില്ലേതോ ഒരു കാംക്ഷയെന്നറിക നീ,
മന്നവനായ രാമൻ തന്നോട് പറഞ്ഞാലും പിന്നെയും അത് കേട്ടു രാഘവ സമീപേവോ ചെന്നു നിന്ന് വീളിച്ചാൾ ആശയാപലതരം. കാമവും ആശാഭംഗവും കൊണ്ട് കോപവും അതിപ്രേമവും ആലസ്യവും പൂണ്ടു രാക്ഷസിയപ്പോൾ മായാരൂപവും വേർപെട്ടഞ്ജന ശൈലം പോലെ കായാകാരവും ഘോരതംത്രയും കൈകൊണ്ടപ്പോൾ കമ്പം ഉൾക്കൊണ്ടു സീതാദേവിയോടടുത്തപ്പോൾ സംഭ്രമത്തോടു രാമൻ തടുത്തു നിർത്തുന്നേരം ബാലകൻ കണ്ടു ശീഘ്രം കുതിച്ചു ചാടി വന്നു വാളുറയൂരി കാതും മുലയും മൂക്കുമെല്ലാം ഛേദിച്ച നേരം അവൾ അലറിമുറയിട്ട നാദത്തെ കൊണ്ടു ലോകമൊക്കെ മറ്റൊലി കൊണ്ടു. നീലപർവ്വതത്തിന്റെ മുകളിൽ നിന്നു ചാടി 4-5 വഴി വരും അരുവിയാറു പോലെ ചോരയും ഒലിപ്പിച്ചു കളരാത്രിയെ പോലെ ഘോരയാ നിശാചരി വേഗത്തിൽ നടകൊണ്ടാൾ. രാമലക്ഷ്മണന്മാർ വനത്തിലൂടെ സഞ്ചരിച്ച് അഗസ്ത്യാശ്രമത്തിലും പല ആശ്രമങ്ങൾ സഞ്ചരിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ നടന്നു പോകുന്ന സമയത്താണ് പർവ്വതത്തിന്റെ മുകളിൽ വഴിയിൽ പക്ഷിശ്രേഷ്ഠനായ ജടായുവിനെ കാണാൻ വേണ്ടിയിടയായി. അന്ത്രസിഗ്രാവം തത്ര പദ്ധതി മധ്യേ കണ്ടു പത്രസത്തമനാകും വൃദ്ധനം ജടായുഷം. ആ വലിയ പക്ഷിയെ കണ്ടപ്പോൾ ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ, നീ നോക്കുക, ഏതോ ഒരു വലിയൊരു രാക്ഷസനാണ്, മുനികളെ ഭക്ഷിക്കുന്നത് രാക്ഷസനാണ് ഇവിടെ കിടക്കുന്നത്. നീ ആ വില്ലിങ് തരൂ, ഞാനിപ്പോൾ ഇവനെ കൊല്ലും എന്നൊക്കെ ലക്ഷ്മണനോട് പറഞ്ഞത് കേട്ടപ്പോൾ ആ പക്ഷിശ്രേഷ്ഠനായ ആ ജടായു ഭയപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഞാൻ വധിക്കപ്പെടേണ്ടവനല്ല. അങ്ങയുടെ പിതാവിന് എത്രയും ഇഷ്ടപ്പെട്ട ഒരു കൂട്ടുകാരനായിരുന്നു ഞാൻ. അങ്ങേക്കും ഞാൻ ഇഷ്ടത്തെ ചെയ്യാൻ തയ്യാറാണ്. ഞാൻ കൊല്ലപ്പെടേണ്ടവനല്ല. അങ്ങയുടെ ഭക്തനായ ജടായു എന്ന പക്ഷിയാണ് ഞാൻ എന്ന് ആ പക്ഷി പറഞ്ഞപ്പോൾ ശ്രീരാമൻ സ്നേഹബഹുമാനം ഉൾക്കൊണ്ട് ആ പക്ഷിശ്രേഷ്ഠനെ ആലിംഗനം ചെയ്തു. എന്നിട്ട് അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എപ്പോഴും ഞാൻ ഇരിക്കുന്നിടക്കൽ തന്നെ നീ കഴിയണം. എങ്കിൽ ഞാൻ ഇരിപ്പ് തന്നിടത്ത് വസിക്ക, നീ സങ്കടമിനി ഒന്നുകൊണ്ടുമേ നിനക്കില്ല. കഷ്ടം, ഞാൻ നിന്നെ പെട്ടത് കണ്ടിട്ട് രാക്ഷസനാണെന്ന് സംശയിച്ചുവല്ലോ. തുടർന്ന് അവർ നടന്ന് പഞ്ചവടി എത്തിച്ചേർന്നു. പഞ്ചവടിയിൽ പർണശാലയും ഉയർത്തു ലക്ഷ്മണൻ മനോജ്ഞമായി പർണപുഷ്പങ്ങൾ കൊണ്ടു തൽപ്പവുമുണ്ടാക്കിനാൻ. അവിടെ മനോഹരമായ കുടലൊക്കെ കിട്ടി. ദേവിയോടുകൂടി ശ്രീരാമൻ അവിടെ കഴിഞ്ഞു വരികയാണ്. വളരെ ജനസമ്പാദ വിവർജിതമായ സ്ഥലമാണ്. അവിടെ ദേവിയെ വിനോദിപ്പിച്ചുകൊണ്ട് ശ്രീരാമൻ അയോധ്യയിൽ എന്നതുപോലെ കഴിഞ്ഞു വന്നു. എല്ലാ ദിവസവും കാട്ടിൽ പോയിട്ട് പല മൂലങ്ങളൊക്കെ എടുത്തുകൊണ്ടുവന്ന് ലക്ഷ്മണൻ സീതക്കും ശ്രീരാമനും കൊടുക്കും. രാത്രിയിൽ ഉറങ്ങാതെ അമ്പും വില്ലും ധരിച്ചിട്ട് അവരെ രക്ഷിക്കാൻ വേണ്ടി കാവൽ നിൽക്കും ലക്ഷ്മണൻ. നേരം പുലരുമ്പോഴാകട്ടെ സീതയെ മധ്യത്തിൽ നിർത്തിക്കൊണ്ട് മൂവരും ഗൗതമി നദിയിൽ കുളിച്ച് അർഘ്യം കഴിച്ചിട്ട് തിരിച്ചു വരും. വരുന്ന സമയത്ത് പാനീയവും കൊണ്ട് ലക്ഷ്മണനും വരും. അങ്ങനെ ആഴ്ചകൾ അവിടെ കഴിഞ്ഞു വന്നു. അങ്ങനെ കഴിയുന്ന സമയത്താണ് ഒരിക്കൽ ലക്ഷ്മണൻ ശ്രീരാമനെ ഏകാന്തത്തിൽ കണ്ടുകൊണ്ട് വളരെ വിനയത്തോട് ചോദിച്ചു, അല്ലയോ ഭഗവാനെ, എനിക്ക് മുക്തിമാർഗം പറഞ്ഞു തരണം. എൻ്റെ അജ്ഞാനം നീങ്ങുന്ന വിധത്തിൽ മുക്തിമാർഗത്തെ പറഞ്ഞു തരണം. അങ്ങല്ലാതെ മറ്റാരും ഈ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയില്ല. അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, ഇത് ഗുഹ്യമായ ഉപദേശം ഞാൻ പറഞ്ഞു തരാം, നീ കേട്ടുകൊള്ളുക. ആദ്യമായിട്ട് ഞാൻ മായാസ്വരൂപത്തെ പറ്റി പറയാം. ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കൾ ആത്മാവെന്നുള്ള ബോധം
അത് ഭൂമിയില് മായയാണ്. നമുക്ക് ശരീരം കൊണ്ടാണ് ഈ സംസാരം ഭവിക്കുന്നത്. പിന്നെ മായക്ക് തന്നെ വിക്ഷേപം, ആവരണം എന്നീ രണ്ട് രൂപങ്ങളുണ്ട്. മായ കൊണ്ടാണ് നമുക്ക് ഈ ലോകമുണ്ടെന്ന് തോന്നുന്നത്. ശരിക്കും ഇവിടെ ഒന്നുമില്ല. രഞ്ജു കണ്ടെത്തിങ്കൽ സർപ്പ പന്നക ബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കൽ ഏതൊന്നില്ലയല്ലോ. നമ്മള് അധികം വിളിച്ചമല രാത്രി സമയത്ത്, വിളിച്ചമല സമയത്ത് കയറ് കാറ്റിനിളകി നിലത്ത് കിടക്കം കാണുമ്പോൾ പാമ്പാണ് തെറ്റിദ്ധരിക്കും. അതുപോലെയാണ് രഞ്ജു കണ്ടെത്തിങ്കൽ പന്നക ബുദ്ധി പോലെ നമ്മളിവിടെ പലതും ഉണ്ട് തോന്നുകയാണ്. വാസ്തവത്തിൽ നമ്മൾക്ക് ഈ കാണുന്നൊന്നും സത്യമായിട്ടുള്ളതല്ല. നമ്മൾക്ക് അതൊരു തോന്നലാണ്, അതൊരു മായയാണ്. രഞ്ജു കണ്ടെത്തിങ്കൽ പന്നക ബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കൽ ഏതൊന്നില്ലയല്ലോ. നമ്മൾ എന്തൊക്കെയാണോ കാണുന്നത്, കേൾക്കുന്നത്, മനസ്സിൽ ചിന്തിക്കുന്നത്, ഇതെല്ലാം സ്വപ്നത്തിൽ കണ്ടാൽ എന്താണോ ഉണ്ടാകുന്നത് അത് സ്വപ്നം കഴിഞ്ഞാൽ ഇല്ലാതാകുന്നത് പോലെ സ്വപ്നസന്നിഭമാണ് നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം. അതിനാൽ ഇതിലൊന്നും നമ്മൾ പരിഭ്രമിക്കേണ്ടതില്ല. ഈ ശരീരം എന്ന് പറയുന്നത് ജന്മസംസാര വൃക്ഷ മൂലമായതാണ് ഈ ദേഹം. നമ്മള് ഭാര്യാപുത്രാദികള് എന്നുള്ള ഈ ബന്ധുക്കാർ, ഇത്തരം കാര്യങ്ങളിലും നമ്മൾ അധികം ഭ്രമിക്കാൻ വേണ്ടി പാടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും അങ്ങനെ 10 ഇന്ദ്രിയങ്ങള്, ബുദ്ധി, മനസ്സ്, ചിത്തം, ഇതെല്ലാം കൂടിച്ചേരുന്നതാണ് ഈ ദേഹം. എന്നാൽ ഈ ദേഹത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളതാണ് ജീവൻ. ഈ ദേഹത്തിനുള്ള ജീവനാകട്ടെ അത് നിശ്ചലനാണ്, നിരാമയനാണ്. ആ ജീവാത്മ സ്വരൂപത്തെ അറിയുവാനുള്ള സാധനങ്ങൾ ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് സൗമ്യത്തിലൂടെ പറയുകയാണ്. ഈ ജീവാത്മാവ്, പരമാത്മാവ് എന്നൊക്കെ പറയുന്നത് ആലോചിച്ച് നോക്കിയാൽ അത് കേവലം പര്യാശബ്ദങ്ങളാണ്. രണ്ടും ഒന്ന് തന്നെയാണ്. ജീവാത്മാവ് വേറെ, പരമാത്മാവ് വേറെ എന്നൊക്കെ പറയുന്നത് അജ്ഞാനം കൊണ്ട് മാത്രമാണ്. നമ്മളാകട്ടെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാണ് നമ്മുടെ മനസ്സുള്ള അഹങ്കാരവും മാനം, ഡംബം, ഹിംസ, വക്രം, കാമം, ക്രോധം മനസ്സെ വെടിഞ്ഞ് നമ്മുടെ മനസ്സുള്ളതായ ഈ ഷഡ്വികാരങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് സദാസമയത്തും എല്ലാം സഹിക്കാൻ തയ്യാറായിക്കൊണ്ട് എല്ലാത്തിനെയും ഒന്നുപോലെ സമഭാവനയോടെ കണ്ടുകൊണ്ട് യാതൊരു ദുഃഖവും കൂടാതെ നിത്യേന കഴിയുകയാണ് വേണ്ടത്. വളരെ ഭക്തിപൂർവം ഗുരുവിനെ സേവിക്കുക, സൽക്കർമ്മങ്ങൾ സദാസമയവും നമ്മൾ അനുഷ്ഠിക്കുക, സത്യത്തെ തന്നെ ആശ്രയിച്ചുകൊണ്ട് ആനന്ദ സ്വരൂപനായിട്ട് നമ്മുടെ മനസ്സും വാക്കും ദേഹങ്ങളെയെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് മനസ്സിൽ ഈ ഭൗതിക വിഷയങ്ങളിൽ ഭ്രമിക്കാതെ നമ്മൾക്ക് ജന്മജനാമരണങ്ങൾ ആണ് വന്നു ചേരുന്ന കാര്യം ചിന്തിച്ചുകൊണ്ട് സദാസമയത്തും ഭഗവാനായി എന്നിൽ തന്നെ മനസ്സുറപ്പിച്ചുകൊണ്ട് രാമരാമ ജപത്തോടുകൂടി എന്ത് വന്നാലും ഇഷ്ടാനിഷ്ടപ്രാപ്തിക്ക് തുല്യഭാവത്തോടും സന്തുഷ്ടനായിട്ട് വിജനമായ സ്ഥലത്ത് നിന്ന് കഴിയുകയാണ് വേണ്ടത്. ഒരിക്കലും പ്രാകൃതജനങ്ങളുമായിട്ട് സംസർഗം ഉള്ളതല്ല. എപ്പോഴും പരമാത്മജ്ഞാനം തൽപരനായിട്ട് വേദാന്ത വാക്യങ്ങളെയെല്ലാം ഗ്രഹിച്ചുകൊണ്ട് എല്ലാ കർമ്മങ്ങളും ദൈവികമായി സമർപ്പിച്ച് ചെയ്താൽ മനസ്സിൽ ജ്ഞാനം വന്നു ചേരും. ആത്മാവ് അല്ല ദേഹം, ആത്മാവല്ലോ ദേഹ, പ്രാണബുദ്ധി, അഹങ്കാരം. ഇതിൽ നിന്നൊക്കെ ഈ പ്രാണബുദ്ധി അഹങ്കാരത്തിനൊക്കെ മേലെയാണ് ആത്മാവ്. പിന്നെ ജ്ഞാനം കൊണ്ട് ഭഗവാനായി എന്നെ കാണാൻ ജ്ഞാനം കൊണ്ട് എന്നെ കണ്ടറിഞ്ഞിടാൻ വഴി പോലെ ജ്ഞാനമാകുന്നത് തന്നെ കാട്ടുന്ന വസ്തു തന്നെയാണ്. അങ്ങനെ ജ്ഞാനം മനസ്സിൽ വന്നാൽ വിജ്ഞാനം വന്നു ചേരും. ജ്ഞാനമുണ്ടാകുന്നത് വിജ്ഞാനം കൊണ്ട് തന്നെ ജ്ഞാനത നിറവിന് സാധനമാക്കിയാല് അങ്ങനെ എല്ലാം ഇപ്പോഴും ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടാണ് കഴിയേണ്ടത്.
ഇങ്ങനെ സദാസമയത്തും ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് കഴിഞ്ഞാൽ അങ്ങനെ ഭഗവത് സ്വരൂപത്തിൽ തന്നെ അലഞ്ഞു ചേരുന്ന ആ അവസ്ഥയാണ് നമ്മൾ മുക്തി എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളതായ ഉപദേശങ്ങൾ പിന്നീട് പറഞ്ഞു. നമുക്ക് കണ്ണുണ്ടെങ്കിലും രാത്രിയിൽ നമ്മുടെ കാല് വെളിച്ചമുണ്ടെങ്കിലേ കാണാൻ വേണ്ടി സാധിക്കൂ. അതുപോലെ നേരായ വഴി അറിയണമെങ്കിൽ ശ്രീരാമഭക്തി മനസ്സിൽ വന്നു ചേരണം. ഭഗവത് ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ജീവിതത്തിന്റെ സത്യം മനസ്സിലാക്കാൻ വേണ്ടി പറ്റൂ. പിന്നെ ഈ ഭക്തിക്ക് എന്താണ് കാരണമെന്നുള്ള ഭക്തി വരണമെങ്കിൽ എന്ത് വേണം? സദാസമയത്തും എൻ്റെ ഭക്തന്മാരോട് സംഗമം ഉണ്ടാകണം. എൻ്റെ ഭക്തന്മാരെ പൂർണ്ണ മനസ്സോടെ സേവിക്കുക, ഏകാശി തുടങ്ങിയ വ്രതങ്ങളൊക്കെ ഭംഗിയായിട്ട് അനുഷ്ഠിക്കുക, ഭക്തിയുടെ ലക്ഷണങ്ങളായ പൂജനം, വന്ദനം, ഭാവനം, ദാസ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഷ്ഠിച്ചു കഴിയുക. അങ്ങനെയാകുമ്പോൾ ഭക്തി വർദ്ധിച്ചു വരും. ഭക്തി വർദ്ധിച്ചാൽ മറ്റൊന്നും വേണ്ട. ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതില്ല. ഉത്തമത്വന്മാരായുള്ളവർ അവരല്ലോ എന്നിങ്ങുള്ളതായ മുക്തിമാർഗത്തെയൊക്കെ ലക്ഷ്മണന് അവിടെ ശ്രീരാമൻ ഉപദേശിച്ചു കൊടുത്തു. എൻ്റെ ശ്രീരാം അവസാനം പറഞ്ഞു, ഞാൻ ഇത് വളരെ ഗുഹ്യമായ കാര്യമാണ്. ഈ കാര്യങ്ങളൊന്നും ആർക്കും ഭക്തി ഇല്ലാത്ത ആളുകൾക്ക് ഉപദേശിച്ചു കൊടുക്കാൻ വേണ്ടി പാടില്ല. നിനക്ക് ഞാൻ ഇതൊക്കെ പറഞ്ഞു തന്നിരിക്കുകയാണ്. ഭക്തി വിശ്വാസ ശ്രദ്ധായുക്തന മർത്തനിത്യമായി പാഠം ചെയ്യുക, അജ്ഞാനമകന്നു പോവും. ഇങ്ങനെയൊക്കെയുള്ളത് ഉപദേശം നൽകി കഴിഞ്ഞു. അങ്ങനെ അതിനുശേഷം അവര് അവിടെ കഴിഞ്ഞു വരുമ്പോഴാണ് ആ പഞ്ചവടിയിൽ സഞ്ചരിച്ചു വരുന്നതായ കാമരൂപിണിയായ കാമിനി ശ്രീരാമനെ കാണാൻ വേണ്ടിയിട്ടായി. ശ്രീരാമന്റെ പാദ ലക്ഷണങ്ങള് വഴിയിൽ പതിഞ്ഞു കണ്ടിട്ട് കാമരൂപിണി കണ്ടാൾ കാമിനി വിമോഹിനി പങ്കജധ്വജ കുലശാങ്കിതങ്ങളായി ഭംഗി തേടിയിടും പദപാദങ്ങളതു നേരം. ശ്രീരാമന്റെ പാദ ലക്ഷണം കണ്ടിട്ട് മോഹിച്ചിട്ട് അവിടെ അവൾ വന്നു ചേർന്നപ്പോൾ ആശ്രമത്തിൽ പ്രവേശിച്ചപ്പോഴാണ് സൂര്യനെ പോലെ ജ്വലിക്കുന്ന ശ്രീരാമചന്ദ്രന്റെ തേജസ്സറ്റ മുഖം കണ്ടത്. സാക്ഷാൽ സീതാദേവിയോട് കൂടി പാടുന്നത് കണ്ടിട്ട് ആ രാക്ഷസിയാകട്ടെ കാമപരവശിയാ തീർന്നു. അവൾ പെട്ടെന്ന് തന്നെ സുന്ദരമായ വേഷം ധരിച്ചുകൊണ്ട് പുഞ്ചിരിയോടുകൂടി ശ്രീരാമനോട് പറഞ്ഞു, ഭവാൻ ആരാണ്? ഇവിടേക്ക് വരാൻ എന്താണ് കാരണം? എന്തിനാണ് ഇത്രയും തേജസ്യാതാങ്കൾ ജടാവലക്കളൊക്കെ ധരിച്ചിരിക്കുന്നത്? സന്യാസിയുടെ വേഷം ധരിച്ചിരിക്കുന്നത് എന്തിനാണ്? ഈ എല്ലാ പരമാർത്ഥവും അങ്ങയുടെ പരമാർത്ഥം എന്നോട് പറയണം. എന്റെ പരമാർത്ഥം ഞാൻ നിന്നോട് പറഞ്ഞിടാം, പിന്നെ നീ എന്നോട് ചോദിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ സ്വയം പരിചയപ്പെടുത്തി. ഞാൻ രാക്ഷസരാജാവായ രാവണന്റെ സഹോദരിയാണ്, ശൂർപ്പണഖ എന്നാണ് പേര്. ഖരൻ, ദൂഷണം, തിസ്രാക്ക് തുടങ്ങിയ സഹോദരന്മാരുമായിട്ട് ഞാൻ ഇവിടെ കഴിഞ്ഞു വരികയാണ്. അല്ലയോ, താങ്കൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല, എന്നോട് പരമാർത്ഥം പറയണം എന്ന് പറഞ്ഞപ്പോൾ ശ്രീരാമൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സുന്ദരി, ഞാൻ അയോധ്യാധിപനായ ദശരഥന്റെ മകനാണ്, രാമൻ എന്നാണ് പേര്. എൻ്റെ ഭാര്യയാണിത്, ജനകാത്മജ സീത. ഇത് എൻ്റെ സഹോദരനായ ലക്ഷ്മണനാണ്. എന്നെ കൊണ്ട് നിനക്ക് എന്താണ് കാര്യമുള്ളത്? ഏതായാലും നിന്റെ ആഗ്രഹം പറയൂ. അപ്പോൾ ആ രാക്ഷസി തുറന്നു പറഞ്ഞു, എന്നോട് കൂടെ പോന്ന് രമിച്ചു കൊള്ളയാണ് നീ. നിന്നെയും പിരിഞ്ഞു പോവാൻ മമ ശക്തി പോരാ, എന്നെ നീ പരിഗ്രഹിച്ചിടണം മടിയാതെ. ഇത് കേട്ടപ്പോൾ ശ്രീരാമൻ സീതയെ നോക്കിയിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു, ഞാനാകട്ടെ സന്യാസി വേഷം ധരിച്ചുകൊണ്ട് കാട്ടിലൂടെ എപ്പോഴും ഇങ്ങനെ സഞ്ചരിച്ചു കഴിയുന്നവളാണ്. ജാനകിയായ ഇവൾ എൻ്റെ ഭാര്യയാണ്. ഇവളെ ഒരിക്കലും എനിക്ക് ഉപേക്ഷിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ, അഗ്നിസാക്ഷിയായ ഭാര്യയെ. മാത്രമല്ല, നീ എൻ്റെ ഭാര്യയായാൽ സാവത്മദ്ഭവ ദുഃഖം, എത്രയും കഷ്ടം. അത് നിനക്ക് സഹിക്കാൻ വേണ്ടി സാധിക്കുകയുമില്ല. അതിനാൽ ഇത് എൻ്റെ സഹോദരനാണ് ലക്ഷ്മണൻ, മനോഹരനാണ്. നീയാകട്ടെ ലക്ഷ്മി ദേവിക്ക് തുല്യമായ തേജസ്സുള്ളവളാണല്ലോ. നിങ്ങൾ തമ്മിൽ വളരെ ചേർച്ചയുണ്ടാകും. സംഘവും നിന്നിലേറ്റം വർദ്ധിക്കും. അവനോടോ നീ അവനോട് ചെന്ന് പറയുക എന്ന് പറഞ്ഞ് ശൂർപ്പണഖ ലക്ഷ്മണന്റെ അടുത്തേക്ക്
ശ്രീരാമൻ പറഞ്ഞയക്കുകയുണ്ടായി. ആ സമയത്താകട്ടെ കാമവാരത്താൽ അവൾ ലക്ഷ്മണ സമീപത്ത് നിന്ന് പോയിട്ട് പറഞ്ഞു, ഭർത്താവാകണമെന്ന് പറഞ്ഞു. അപ്പോൾ ലക്ഷ്മണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ എൻ്റെ പരമാർത്ഥം പറയാം. രാജാവായ ശ്രീരാമന്റെ ദാസനാണ് ഞാൻ. നീയാകട്ടെ ഒരിക്കലും ദാസിയായി കഴിയേണ്ടവളല്ലാതാനും. അതിനാൽ അഖിലേശ്വരനായ രാമനോട് തന്നെ ചെന്ന് കണ്ട് നീ നിന്റെ കുലശീലാചാരങ്ങളെല്ലാം പറഞ്ഞാൽ നിന്നെ ശ്രീരാമൻ തന്നെ സ്വീകരിക്കും. അത് കേട്ടപ്പോൾ വീണ്ടും കാമപാരവതത്തോടെ രാവണ സഹോദരി ശൂർപ്പണഖ ശ്രീരാമന്റെ അടുത്ത് പോയിട്ട്, എന്നെ നീ പരിഗ്രഹിച്ചിടുക, നല്ലോ നിനക്കൊന്നു കൊണ്ടുമേ ഒരു സങ്കടമുണ്ടായി വരാ, എന്നോടുകൂടി ഈ കാട്ടിൽ ഓരോ ഭോഗങ്ങളൊക്കെ അനുഭവിക്കാമെന്നൊക്കെ പറഞ്ഞു. അന്നേരം ശ്രീരാമൻ പറഞ്ഞത്, ഒരുത്തനായാൽ അവന് അരികെ ശുശ്രൂഷിപ്പാൻ ഒരുത്തി വേണം. അതിന് ഇവൾ എനിക്കിപ്പോഴുണ്ട്. അനുജനാ ലക്ഷ്മണനാകട്ടെ ഒരുത്തി വേണം, അവന് ആരെന്ന് തിരഞ്ഞിരിക്കും നേരം നിന്നെയും കണ്ടുകിട്ടി. വരുത്തും ദൈവം ഒന്ന് കൊതിച്ചാൽ അവനെ നീ വരിച്ചുകൊള്ളും, അവനുള്ള സംശയം. അവനാകട്ടെ ഒരാള് വേണ്ടതാണ്. ഇപ്പോൾ ഏതായാലും നീ അവനെ തന്നെ സ്വീകരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞു. അതിനാൽ തിരിക്കൻ നിനി കാലം കളഞ്ഞിടാതെ ചെല്ലുക, കരത്തെ ഗ്രഹിച്ചിടും കിടക്കുന്നവരോട് നീ പെട്ടെന്ന് തന്നെ പോയിക്കോളൂ, അവൻ നിന്നെ സ്വീകരിക്കും. ഇത് കേട്ടപ്പോൾ ആ ശൂർപ്പണഖ വീണ്ടും ലക്ഷ്മണൻ സമീപത്തേക്ക് പോയിട്ട് പലതരത്തിലും കാമവാരത്തോടെ അപേക്ഷിക്കുകയുണ്ടായി. ലക്ഷ്മണൻ പറഞ്ഞു, എന്നോടിങ്ങനെ വേണ്ടാത്തൊന്നും നീ പറയരുത്, നിന്നിൽ ഒരു തരത്തിലുള്ള ആഗ്രഹം എനിക്കില്ല, നീ പോയിട്ട് രാജാവായ രാമനോട് തന്നെ പറയുക. അത് കേട്ടപ്പോൾ വീണ്ടും കാമവാരത്താൽ രാഘവ സമീപത്തേക്ക് ശൂർപ്പണഖ ചെന്നു, പലതരത്തിൽ അപേക്ഷിച്ചു. എന്തിനു പറയുന്നു, തന്റെ ആഗ്രഹിച്ച കാര്യം സാധിക്കാതെ എന്നപ്പോൾ കാമവും ആശാഭംഗവും കൊണ്ട് കോപവും അതിപ്രേമവും ആലസ്യവും കൊണ്ട് ആ രാക്ഷസി പെട്ടെന്ന് തന്റെ മായാരൂപം വിടഞ്ഞിട്ട് വലിയ പർവ്വത രൂപത്തിലുള്ള ആ രാക്ഷസിയുടെ രൂപം കൈകൊണ്ടു ഘോരമായ ദംഷ്ട്രോടുകൂടി സീതാദേവിയെ ആക്രമിക്കാൻ വേണ്ടി ഓടി വന്നപ്പോൾ സംഭ്രമത്തോട് രാമൻ തടസ്സം നിർത്തിയ സമയത്ത് ലക്ഷ്മണനാകട്ടെ അത് കണ്ടിട്ട് ഓടി വന്നിട്ട് തന്റെ വാളുറയൂരി മുലയും മൂക്കുമെല്ലാം ഛേദിച്ചു. ആ സമയത്ത് അവള് അലറി വിളിച്ചുകൊണ്ട് തന്റെ സഹോദരന്മാരുടെ അടുത്തേക്ക് ഓടിപ്പോവുകയാണ്. ആ രാക്ഷസി ഓടിപ്പോകുന്നത് വലിയ കറുത്ത പർവ്വതത്തിന്റെ മുകളിൽ നിന്നും പല വഴിയിലൂടെ ഒഴുകി വരുന്ന അരുവിയാറ് പോലെ ചോരയും ഒലിപ്പിച്ചുകൊണ്ട് നീലപർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ചാടി 4-5 വഴി വരും അരുവിയാറ് പോലെ ചോരയും ഒലിപ്പിച്ച് കാടരാത്രിയെ പോലെ ഘോരയായ രാക്ഷസി വളരെ വേഗത്തിൽ നടന്ന് തന്റെ സഹോദര സമീപത്തേക്ക് പോയി.